മസ്ജിദ് തകർക്കാൻ വേണ്ടി രാവിലെ കുളിച്ചൊരുങ്ങിപ്പോയവൻ, അവിടെ അമ്പലം പണിയാൻ വേണ്ടി കല്ലുമായി പോകുന്നവൻ, അവനാണോ നിങ്ങളെ വീട്ടുവേലക്കാരൻ? അവനാണോ നിങ്ങളെ ബസ്സിലെ ഡ്രൈവർ? അവരാണോ നിങ്ങളെ സ്കൂളിലെ അധ്യാപകൻ? അവനാണോ? അത് ചിന്തിക്കേണ്ട ബാധ്യത മുസൽമാനുണ്ട്. ഖുർആൻ പഠിപ്പിച്ചതാ. അങ്ങനെ ചെയ്താ എന്ത് സംഭവിക്കുന്നല്ലോ? ഒന്നും സംഭവിക്കൂല. നീ ഞങ്ങളെ പള്ളി പൊളിക്കാൻ പോയവനാ, നാളെ മുതൽ എന്റെ പണിക്ക് വേണ്ട. ഞാൻ അങ്ങനെ ആക്കും. നീ ഒന്നുമാക്കില്ല. അതാ മുസൽമാന്റെ പൗരുഷം. ആ പൗരുഷം അങ്ങോട്ട് തിരിച്ചെടുക്കുക. എവിടെയോ കളഞ്ഞു പോയ പൗരുഷല്ലേ, അത് തിരിച്ചെടുക്കുക. നമ്മളെ പണം കൊണ്ട്, നമ്മളെ കാശ് കൊണ്ട്, നമ്മളെ വീട്ടിലെ എച്ചിലും തിന്നിട്ട് അവസാനം നമുക്ക് നേരെ ആയുധമെടുക്കാൻ ഒരുത്തനെയും സമ്മതിക്കില്ലെന്നൊരു ബോധം മുസൽമാൻ ഉണ്ടാവ്. ഒരു സംഭവിക്കില്ല. ഉമ്മയുടെ വയറ്റിൽ 4 മാസമാവുമ്പോ എല്ലാം എഴുതിവിട്ട സാധനങ്ങളാ നമ്മളൊക്കെ, അല്ലേ? എവിടെ മരിക്കും, എന്ത് സുഖം, എപ്പോ കരയും, എപ്പോ സന്തോഷിക്കും, എന്താണ് മരണരീതി, ആയുസ്സെത്ര മുഴുവൻ രേഖപ്പെടുത്തി കഴിഞ്ഞതാ. അത് തിരുത്താൻ ഒരു ബജ്റംഗ് ദളിനും കഴിയില്ല, ഒരു BHPക്കും കഴിയില്ല. അത് ഇവരുടെയൊക്കെ കൈകളാൽ മരിക്കപ്പെട്ടാൽ ശാശ്വതമായൊരു സ്വർഗീയ സുഖത്തിന് മുമ്പുള്ള ഒരു വല്ലാത്ത അവർണ്ണനീയമായൊരു സുഖം. അള്ളാന്റെ ദീനിന് വേണ്ടി കൊല്ലപ്പെട്ടാൽ ഭാഗ്യമായിട്ട് കണക്കാക്കണമെന്നല്ലേ പറഞ്ഞ്? അല്ലേ? പച്ച പറവകളായി സ്വർഗത്തിൽ പറന്ന് നടക്കും അവർ. അള്ളാഹു